ഒളിച്ചോട്ടങ്ങളുടെ കാലം. ഇപ്പോൾ നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ ഇതൊക്കെ തന്നെയാണ്. അവർ ഒളിച്ചോടി, അവൻ്റെ ഭാര്യ ഒളിച്ചോടി, കുട്ടികളെ ഉപേക്ഷിച്ച് അവൾ ഒളിച്ചോടി എന്ന രീതിയിലൊക്കെ അങ്ങനെ തന്നെ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഗുജറാത്തിൽ നടന്നത്. പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ്റെ ഭാര്യയല്ല അന്ന് ഒളിച്ചോടിപ്പോയത്. 47 വയസ്സുള്ള ആനി എന്ന സ്ത്രീ അവിടുത്തെ IAS-കാരൻ്റെ ഭാര്യയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ആ സ്ത്രീ ഗുജറാത്ത് സ്വദേശിയായ അറിയപ്പെടുന്ന ഒരു IAS-കാരൻ്റെ ഭാര്യ. 2 മക്കൾ, സന്തുഷ്ട കുടുംബം. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നതിനിടയ്ക്കാണ് രാജൻ എന്നൊരു തമിഴ്നാട് സ്വദേശി ഗുജറാത്തിൽ എത്തുന്നത്. അവർ ഈ IAS-കാരൻ്റെ ഭാര്യയുമായി പരിചയത്തിലാവുന്നു. മാന്യമായി സംസാരിക്കുന്ന രാജൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളെ പോലെയാണ് പെരുമാറിയിരുന്നത്. നാട്ടിലും മറ്റിടത്തും പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെന്നൊക്കെയും തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പെട്ടെന്ന് തന്നെ ഈ സ്ത്രീ വീഴുകയും ചെയ്തു. അതിനുണ്ടായ കാരണം ഈ IAS-കാരൻ്റെ ഭാര്യയ്ക്ക് താനൊരു IAS-കാരൻ്റെ ഭാര്യ എന്നതിനും അപ്പുറം സ്വന്തമായി ഒരു ലേബൽ ഉണ്ടാവണം എന്ന ആഗ്രഹം പലപ്പോഴും ഉണ്ടായിരുന്നു. സ്വന്തം പേരിൽ ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ സ്വന്തമായി മറ്റെന്തെങ്കിലും സ്ഥാപനമോ തനിക്ക് വേണം എന്ന രീതിയിൽ അവർ ആദ്യം തന്നെ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ഈ ഭർത്താവ് അതിനൊക്കെയും തന്നെ എതിര് നിന്നിട്ടുണ്ടാവാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ രാജനുമായി പരിചയപ്പെട്ടതിന് ശേഷം ഈ സ്ത്രീക്ക് തനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് വേണമെങ്കിൽ ഒരുപക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ഞാൻ നിന്നാൽ ഒരു IAS-കാരൻ്റെ ഭാര്യ എന്ന പദവി മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യവും എൻ്റെതായ ബിസിനസ്സും ആവശ്യമാണെങ്കിൽ ഒറ്റയ്ക്കിറങ്ങി ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരെയും എന്നെ മനസ്സിലാക്കുന്ന ഒരാളോടൊപ്പം ഇറങ്ങിപ്പോയാൽ ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെയും തന്നെ അദ്ദേഹം സാധിച്ചു തരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉയർന്ന സ്റ്റാറ്റസിൽ ജീവിക്കാൻ സാധിക്കും എന്ന രീതിയിലേക്ക് ആ സ്ത്രീയുടെ ചിന്ത മാറുന്നു. കാരണം മധുരമായി സംസാരിക്കുന്ന രാജൻ എന്നൊരു തമിഴ്നാട്ടുകാരൻ അവിടെ തന്നെ അവർക്ക് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ആ രാജൻ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഈ സ്ത്രീക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവസാനം അവർ ആ തീരുമാനത്തിൽ എത്തുന്നു. തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് രാജൻ എന്ന ഈ തമിഴ്നാട് സ്വദേശിയോടൊപ്പം ഞാൻ ഒളിച്ചോടുകയാണ് എന്ന്. അതെ, അധികം താമസിയാതെ അവർ രണ്ടുപേരും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒളിച്ചോടി തമിഴ്നാട്ടിലെത്തിയതിന് ശേഷമാണ് ഈ ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെയും തന്നെ മനസ്സിലായി തുടങ്ങിയത്. താൻ ഒരുപാട് ഉയരങ്ങളിലാണെന്ന് വിചാരിച്ച രാജൻ എന്ന വ്യക്തി വെറും വട്ടപൂജ്യമാണെന്നും അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നുമില്ല എന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതനുസരിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നൽകുകയും അതിലൂടെ പണം കണ്ടെത്തുകയും അതനുസരിച്ച് പലതരത്തിലുള്ള ബിസിനസ്സിന് അവർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഗുണ്ട സ്വഭാവമുള്ള രാജനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ കാര്യമായ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ്സുകളെല്ലാം പരാജയപ്പെടുകയും അവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കുത്തുകയും ചെയ്യുന്നു. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ മറ്റൊരു ബിസിനസ്സും സ്വപ്നം കണ്ട് കൂടുതൽ പണത്തിന് വേണ്ടി അവർക്ക് പരിചയമുള്ള ഒരു പണക്കാരനോട് കുറച്ച് പൈസ കടം ചോദിക്കുന്നു. പക്ഷെ രാജന്റെ സ്വഭാവ ഗുണങ്ങൾ അറിയാമായിരുന്ന അയാൾ ഇവർക്ക് പൈസ നൽകാൻ തയ്യാറാവുന്നില്ല. അതോടെ ഗുണ്ടയായിരുന്ന രാജനെ സംബന്ധിച്ചിടത്തോളം തന്റെ തനി സ്വഭാവം പുറത്തു വരുന്നു. ആനിയുമൊത്ത് ആ പണക്കാരന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുവരികയും വിലപേശുകയും ചെയ്യുന്നു. പക്ഷെ ഇവരുടെ പ്ലാനുകളെല്ലാം പൊളിയുകയും ഉടനെ തന്നെ ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്താണ് ഞെട്ടിക്കുന്ന കാര്യം രാജനെ കുറിച്ച് ആനിയും കൂടി മനസ്സിലാക്കുന്നത്. രാജൻ എന്ന ഈ മനുഷ്യൻ ശരിക്കും ഒരു ഗുണ്ടയായിരുന്നുവെന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു ചെയ്തതെന്നും പോലീസ് വീണ്ടും പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഗുജറാത്തിൽ കുറച്ച് ദിവസം താമസിച്ചതെന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ജയിൽ പുള്ളിയെയാണ് താൻ പ്രണയിച്ചതെന്നും അവനോടൊപ്പമാണ് എല്ലാം ഇട്ടെറിഞ്ഞ് താൻ ഒളിച്ചോടി പോയതെന്നും ആനി അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ അവർ മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ കൈവിട്ട് പോയിരുന്നു. കാരണം ജയിലിൽ നിന്നും മുങ്ങിയ ഒരു പ്രതിയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആനിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പേരിൽ മറ്റൊരു കേസും കൂടി ഇവർക്കെതിരെ നിലവിൽ വരുന്നു. മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ആനി ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെയും മക്കളെയും കാണാൻ വേണ്ടി ഗുജറാത്തിലേക്ക് വണ്ടി കയറുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഭർത്താവും മക്കളും ചേർന്ന് സ്വന്തം അമ്മയെയും ഭാര്യയെയും അടിച്ച് ഇറക്കുന്നു. ഇനി ഞങ്ങൾക്ക് കാണണ്ട എന്ന് മക്കൾ തറപ്പിച്ച് പറയുന്നു. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല എന്ന് IAS-കാരനും പറയുന്നു. പിന്നീട് മറ്റൊരു വഴിയില്ലാതിരുന്ന ആനി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പൂന്തോട്ടത്തിൽ വിഷം കഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അവസാനം അവരുടെ ബോഡി പോലും സ്വീകരിക്കാൻ ആളില്ലാതാവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീയുടെ അവസാന കാലത്തെ അവസ്ഥകൾ വളരെ പരിതാപകരമായിരുന്നു.
തൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ എല്ലാ ജീവിത സുഖങ്ങളും അവസാനിപ്പിച്ച് ഇതിനെക്കാട്ടിയും സുഖങ്ങൾ ആ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ കാമുകിമാർക്കും തീർച്ചയായിട്ടും ഇത് നല്ലൊരു പാഠം തന്നെയാണ്. കാരണം നിങ്ങൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ പരിചയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. നിങ്ങളെ കയ്യും കാലും കാട്ടി വിളിക്കുന്ന, നിങ്ങൾ എൻ്റെ ജീവനാണെന്ന് പറയുന്ന ഏതൊരു കാമുകനും തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തോട് മാത്രമേ താല്പര്യമുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്.